എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 10ാമത്തെ സർഗത്തിലെ 113, 114 എന്നീ 2 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 2 ശ്ലോകങ്ങളിലും ഉപജാതി വൃത്തമാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു നിർത്തിയത് ശ്രീകൃഷ്ണൻ രുക്മിണിയെയും കൊണ്ട് തൻ്റെ രഥത്തിൽ കയറിയിട്ട് വേഗം പോവാൻ പുറപ്പെട്ടു. അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരോട്, പ്രത്യേകിച്ച് തൻ്റെ ഏറ്റവും ഉറ്റവരോട് രുക്മിണി കൊട്ടാരത്തിൻ്റെ അകത്തേക്ക് പൊക്കോളാൻ, അതായത് യുദ്ധം വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല, ആ യുദ്ധത്തിലൊന്നും പെട്ട ആർക്കും അപകടങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഖിമാർ ഈ രുക്മിണിയുടെ യാത്രയും നോക്കി നിൽക്കുകയായിരുന്നു. അവരോട് അകത്തേക്ക് പോയിക്കോളാൻ കൈകൊണ്ട് കാണിച്ചു എന്നൊക്കെയാണ് പറഞ്ഞു നിർത്തിയത്. അടുത്തതായിട്ട് മറ്റുള്ള രാജാക്കന്മാരൊക്കെ യുദ്ധത്തിനായിട്ടുള്ള പുറപ്പാട് തുടങ്ങി എന്നുള്ളതാണ് പറയണത്. നമുക്ക് ആദ്യം 113ാമത്തെ ശ്ലോകം നോക്കാം. അഹാരി കൃഷ്ണേന നൃപാത്മജേതി വാദേ സമുത്തിഷ്ഠതി കർണശൂലേ ആജഘ്നിരേ രാജനിവേശനേഷു ഭേരീശതാന്യാഹവസൂചനാനി. ആദ്യം പദച്ഛേദം പറയാം. അഹാരി കൃഷ്ണേന നൃപാത്മജ ഇതി വാദേ സമുത്തിഷ്ഠതി കർണശൂലേ ആജഘ്നിരേ രാജനിവേശനേഷു ഭേരീശതാനി ആഹവസൂചനാനി. എന്താണ് ഇവിടെ പറയണത്? ശ്രീകൃഷ്ണൻ രുക്മിണിയെ അപഹരിച്ചു കൊണ്ടുപോയി എന്നുള്ള വാർത്തയാണ്. അതാണ് നൃപാത്മജ കൃഷ്ണേന അഹാരി. ഭീഷ്മ മഹാരാജാവിൻ്റെ മകള്, ആ നൃപാത്മജയാണ് ഇപ്പോൾ ഇവിടെ വിവാഹത്തിനായിട്ട്, അതായത് സ്വയംവരത്തിനായിട്ട് തയ്യാറായി നിൽക്കുന്നുണ്ടായിരുന്നത്. ആ രാജകുമാരിയെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ മുമ്പിൽ വെച്ച് വിവാഹം കഴിക്കുക, അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് രുക്മിണി വിവാഹം കഴിക്കുകയൊന്നുമല്ല ചെയ്തത്. കൃഷ്ണൻ പെട്ടെന്ന് വന്ന് തട്ടിക്കൊണ്ടു പോവുകയാണ് ഉണ്ടായത്. അത് ആ ഒരു വാർത്തയെ പറ്റിയിട്ടാണ് പറയണത്. നൃപാത്മജ രാജാവിൻ്റെ പുത്രി കൃഷ്ണേന കൃഷ്ണനാൽ ആഹാരി അപഹരിക്കപ്പെട്ടു. ഇതി ഇപ്രകാരമുള്ള കർണശൂലേ വാദേ സമുത്തിഷ്ഠതി സതി. കർണശൂലമായിട്ടുള്ള വാദം ഉയർന്നു പൊന്തിയപ്പോൾ, കർണശൂലം എന്ന് പറഞ്ഞാൽ ശൂലം എന്നുള്ളതിന് മുള്ളെന്നാണ് അർത്ഥം. ചെവിയിൽ മുള്ളുകുത്തുന്നത് പോലെയുള്ള വാർത്ത, അതാണ് കർണശൂലേവാദേ. ഒട്ടും കേൾക്കാൻ രസകരമല്ലാത്ത, ഒരു രാജകുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാ പദവികളും എല്ലാ സ്റ്റാറ്റസും നഷ്ടപ്പെട്ടു പോകുന്നതായിട്ടുള്ള ഒരു വാർത്ത. അവരുടെ ഒരേ ഒരു പുത്രിയെ ഏതോ ഒരുത്തൻ വന്ന് തട്ടിക്കൊണ്ടുപോയി എന്നുള്ള രീതിയിലേക്ക് ആവുമല്ലോ. ശ്രീകൃഷ്ണനെ പറ്റിയിട്ട് കുറേ പേർക്കൊക്കെ വളരെ ഭക്തി ആദരവുകളൊക്കെ ഉണ്ടെങ്കിലും രുക്മിണിയുടെ ഏട്ടനെ പോലെയുള്ളവർക്ക് കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ പരമശത്രുവാണ്, ഏറ്റവും ദുരാചാരങ്ങളുള്ളൊരു വ്യക്തിയാണ്, കള്ളനാണ്. അങ്ങനെയുള്ള ഒരാൾ തൻ്റെ സഹോദരിയെ വിവാഹം കഴിക്കുക അല്ലെങ്കിൽ അപഹരിച്ചു കൊണ്ടുപോവുക എന്നുള്ളതിനേക്കാളും മാനഹാനി വേറൊന്നുമില്ല. അതുകൊണ്ടാണ് ആ വാർത്തയെ കർണശൂലേ വാദേ സമുത്തിഷ്ഠതി എന്ന് പറഞ്ഞത്. ചെവിയിൽ കൊള്ളുന്ന, ചെവിയെ വേദനിപ്പിക്കുന്നതായിട്ടുള്ള വാർത്ത ഉയർന്നു പൊങ്ങുകയും ചെയ്തപ്പോൾ സമുത്തിഷ്ഠതി സതി. അപ്പോൾ എന്തുണ്ടായി? വൈകാതെ തന്നെ അപ്പോൾ രാജാക്കന്മാർ, അവിടെ കൂടിയിരുന്ന രാജാക്കന്മാരുണ്ട്, അവരുടെ സൈന്യമുണ്ട്, പ്രത്യേകിച്ച് രുക്മിയുടെ സൈന്യം അവിടെ എല്ലാത്തിനും തയ്യാറായിട്ട് ആ വിദർഭ രാജ്യത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ രുക്മിയുടെ നിർദ്ദേശം അനുസരിച്ച് തന്നെ ആയിരിക്കും. ഭീഷ്മക മഹാരാജാവിന് ഇതിൽ പങ്കൊന്നുമില്ല. ശ്രീകൃഷ്ണൻ തന്നെ കൊണ്ടുപോകണം, തൻ്റെ മകളെ വിവാഹം കഴിക്കണമെന്ന് മോഹിച്ച് നടന്ന ആൾക്കാരാണ് ഭീഷ്മക മഹാരാജാവും പത്നിയും. അവർക്ക് സന്തോഷമായി കാണുള്ളൂ. പക്ഷേ സഹോദരൻ അങ്ങനെയായിരുന്നില്ലല്ലോ. ശിശുപാലന് വിവാഹം കഴിച്ചു കൊടുക്കണം എന്നായിരുന്നല്ലോ മോഹം. അതുകൊണ്ട് ആ രാജ്യത്ത് എന്താണ് സംഭവിച്ചത്? കൊട്ടാരത്തിൽ എന്താ സംഭവിച്ചത്? രാജനിവേശനേഷു, കൊട്ടാരക്കെട്ടുകളിലൊക്കെ തന്നെ, സേനാ ശിബിരങ്ങളിലൊക്കെ തന്നെ, സൈന്യങ്ങൾ എവിടെയൊക്കെയാണോ തയ്യാറായി നിൽക്കുന്നത് അതിൻ്റെ സമീപ പ്രദേശത്തൊക്കെ തന്നെ ആഹവസൂചനാനി. ആഹവം എന്ന് പറഞ്ഞാൽ യുദ്ധം എന്നാണ് അർത്ഥം. യുദ്ധത്തെ സൂചിപ്പിക്കുന്നതായ ഭേരീശതാനി, ഭേരീശതങ്ങൾ, പെരുമ്പറ നാദങ്ങൾ ആജഘ്നിരേ അടിച്ച് പുറപ്പെടുവിക്കാൻ തുടങ്ങി. പെരുമ്പറനാദം, പെരുമ്പറ അടിച്ചിട്ട് എല്ലാവർക്കും അറിയിപ്പ് കൊടുക്കാൻ തുടങ്ങി. സൈന്യങ്ങളെ പ്രത്യേകിച്ച് അറിയിച്ചു. രാജാക്കന്മാരെ, അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരെ മുഴുവനും അറിയിക്കുകയാണ്, യുദ്ധം പുറപ്പെടാറായി, ഇവിടുത്തെ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു, മാന്യമായിട്ടുള്ള വിവാഹമൊന്നും നടത്താതെ കുട്ടിക്ക് ഇഷ്ടമാണോ എന്നുള്ളത് പോലും അന്വേഷിക്കാതെ എന്നുള്ള രീതിയിലൊക്കെ ആവും പറഞ്ഞ് എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കുന്നത്. രുക്മിണിക്ക് ശ്രീകൃഷ്ണനെ ഇഷ്ടമായിരുന്നു എന്നുള്ള കഥ കൊട്ടാരത്തിലുള്ളവർക്കല്ലേ അറിയുള്ളൂ.
മറ്റുള്ളവരൊന്നും ഇത് വിചാരിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അപ്പോൾ കൃഷ്ണൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വന്ന് രാജകുമാരിയെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നതിലും കഷ്ടമായിട്ടുള്ളൊരു വാർത്ത ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതുകൊണ്ട് എല്ലാവരെയും പറഞ്ഞ് അറിയിക്കാൻ വേണ്ടിയിട്ട്, എല്ലാവരുടെ ഇടയിൽ കിടന്ന് നടന്നാലൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. യുദ്ധത്തിൻ്റെ പ്രാരംഭ സൂചകമായിട്ടുള്ള വാദ്യങ്ങൾ വായിച്ചാൽ എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ പറ്റും. ഇത് യുദ്ധം ആരംഭിക്കാൻ പോണതിൻ്റെ സൂചനയാണ്. ഈ വാദ്യങ്ങൾ യുദ്ധാരംഭത്തിൽ വായിക്കുന്നതാണ് അല്ലെങ്കിൽ വാദനം ചെയ്യുന്നതാണ് എന്ന് മനസ്സിലാക്കുക ആൾക്കാർ. അപ്പോൾ ഒഴിഞ്ഞു പോകാനുള്ളവർക്ക് ഒഴിഞ്ഞു പോവാം, യുദ്ധത്തിൽ ചേരാവുന്നവർക്ക് ചേരാം, പുറപ്പെടാവുന്നവർക്ക് പുറപ്പെടാം തുടങ്ങിയിട്ടുള്ളതിനെയൊക്കെ സൂചിപ്പിക്കുന്നതായിട്ടുള്ള വാദ്യഘോഷങ്ങൾ കൊട്ടാരത്തിൻ്റെ സമീപ പ്രദേശത്ത് നിന്ന് കേൾക്കാൻ തുടങ്ങി. അതാണ് രാജനിവേശനേഷു ആഹവ സൂചനാനി ഭേരീശതാനി. ഒന്നും രണ്ടും ഒന്നുമല്ല, 100 കണക്കിന് ഭേരികളുടെ ശബ്ദം കേൾക്കാറായി. അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭേരി വാദകന്മാരോട് ഉറക്കെ പെരുമ്പറനാദം പൊഴിക്കാൻ ഏർപ്പാടാക്കി. രാജാവിൻ്റെ വാക്കുകൾക്കനുസരിച്ച് സൈന്യങ്ങൾ സന്നദ്ധരായി നിന്നു. അതിനു വേണ്ടിയിട്ടുള്ള വാദ്യങ്ങളും മുഴക്കി എന്നർത്ഥം. ഇനി നമുക്ക് അടുത്ത ശ്ലോകത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. 114 ശ്ലോകം നോക്കൂ. ഉത്ഖായ ഖഡ്ഗാൻ പ്രതിബധ്യ തൂണീർവിധായ സജ്ജാനി ശരാസനാനി പര്യാണമാബധ്യ തുരംഗമേഷു ചചാരരാജ്ഞാം ബലമാഹവായ. ആദ്യം പദച്ഛേദം പറയാം. ഉത്ഖായ ഖഡ്ഗാൻ പ്രതിബധ്യ തൂണീഹി വിധായ സജ്ജാനി ശരാസനാനി പര്യാണം ആബധ്യ തുരംഗമേഷു ചചാര രാജ്ഞാം ബലം ആഹവായ. ഈ ശ്ലോകത്തിൽ പറയുന്നത് സൈന്യബലം കാണിക്കാനുള്ള പുറപ്പാടാണ്. സൈന്യത്തിന് നല്ല ശക്തിയുണ്ട് എന്നുള്ളത് എല്ലാവരെയും ഒന്ന് അറിയിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാട്. അതാണ് പറഞ്ഞു തുടങ്ങുന്നത്. രാജ്ഞാം ബലം. അവിടെ കുണ്ഡിന രാജ്യത്തുണ്ടായിരുന്ന ബലം, സൈന്യം, ബലം എന്നുള്ളതിന് സൈന്യം എന്നാണ് അർത്ഥം. സൈന്യങ്ങൾ മാത്രമൊന്നുമല്ല, രുക്മിയുടെ നിർദ്ദേശമനുസരിച്ച് ശിശുപാലൻ്റെ സുഹൃത്തുക്കൾ രാജാക്കന്മാർ അവരുടെ സൈന്യവുമായിട്ട് വന്നിട്ടുണ്ട്. ശിശുപാലൻ്റെ സൈന്യമുണ്ട്, രുക്മിയുടെ സൈന്യമുണ്ട്. അങ്ങനെ രാജാക്കന്മാരുടെ സൈന്യങ്ങളൊക്കെ തന്നെ രാജ്ഞാം ബലം, ബലം എന്നുള്ളത് കൊണ്ട് ശക്തിയല്ല സൈന്യം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അവരെന്താ ചെയ്തത്? ഖഡ്ഗാൻ ഉത്ഖായ. ഖഡ്ഗങ്ങൾ, ഖഡ്ഗം വാളൊക്കെ ഉറയിലിട്ട് വച്ചിരിക്കാവൂലോ, ആ ഉറകളിൽ നിന്ന് ഊരി മൂർച്ച കൂട്ടി കയ്യിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഉത്ഖായ ആ വാളുറകളിൽ നിന്നും വാളുകൾ പുറത്തേക്ക് എടുത്തുകൊണ്ട് ഇങ്ങനെ വീശിക്കൊണ്ട്, തൻ്റെ കയ്യിൽ വാളുണ്ട്, ഈ വാൾ എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും പ്രയോഗിക്കാം എന്നുള്ളത് മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയിട്ട് അതും ചുഴറ്റിക്കൊണ്ട് ഉത്ഖായ തൂണീഹി പ്രതിബധ്യ ശരാസനാനി സജ്ജാനി വിധായ. തൂണി എന്ന് പറഞ്ഞാൽ ആവനാഴികളാണ്, അസ്ത്രങ്ങൾ സൂക്ഷിക്കുന്നതായിട്ടുള്ള ഒരു പാത്രം. അതിനെയാണ് അവനാഴി, തൂണി എന്ന് സംസ്കൃതത്തിൽ പറയണത്. അത് ഈ യുദ്ധവീരന്മാർ അതുപോലെ തന്നെ വില്ലാളി വീരന്മാരൊക്കെ പുറത്താണ് അത് വയ്ക്കുക. അതുപോലെയുള്ള ധാരാളം അസ്ത്രങ്ങൾ അതിൽ കൊള്ളും ചെയ്യും. ആ തൂണികൾ പുറത്ത് കെട്ടിവെച്ചുകൊണ്ട്, അതാണ് തൂണീഹി പ്രതിബന്ധൻ നടത്തുക, പ്രതിബന്ധിക്കുക എന്നൊക്കെ പറഞ്ഞാൽ കെട്ടിവെക്കുക എന്നർത്ഥം. പുറത്ത്, അതായത് വില്ല് കയ്യിലുണ്ട്, തൂണി പുറത്ത് വയ്ക്കുക, തൂണീരം എന്നും പറയും. അതിൽ നിറയെ അസ്ത്രങ്ങളും വെച്ചിട്ടുണ്ട്, അതൊക്കെ കെട്ടിവെച്ചുകൊണ്ടും. മാത്രമല്ല ശരാസനാനി സജ്ജാനി വിധായ. ശരാസനം വില്ലാണ്. വില്ലിനെ ശരാസനം എന്ന് പറയുന്നത് ശരം എവിടെയാണോ തൊടുവിച്ച് വെക്കണത് അതുകൊണ്ടാണ്. അപ്പോൾ വില്ലും നല്ലവണ്ണം കുലച്ച് അമർത്തി കെട്ടിവച്ചിട്ട്, അതാണ് ശരാസനാനി സജ്ജാനി. സജ്ജ എന്ന് പറഞ്ഞാൽ സജ്ജമല്ല, സജ്ജാനി എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇതാണ് ഞാണ്. ആ ഞാണ് അമർത്തി കെട്ടിവച്ചിട്ട് സജ്ജാനി വിധായ, അമർത്തി. ഈ വില്ലു കൊലയ്ക്കുക എന്ന് പറയുന്നതാണല്ലോ, താഴെ അഴച്ചിട്ടിരിക്കുന്നതായ ഞാണെടുത്ത് അമർത്തി മുകളിലേക്ക് കെട്ടുമ്പോൾ അതിലിങ്ങനെ അസ്ത്രം വലിച്ചു വിടാൻ പാകത്തിന് അതിൻ്റെ ഒരു ബലം, ടൈറ്റ്നെസ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എല്ലാം തയ്യാറായിട്ട്, വാള് കൊണ്ട് യുദ്ധം ചെയ്യാവുന്നവർ വാളോങ്ങിക്കൊണ്ടും അസ്ത്രമയക്കാൻ പറ്റുന്നവർ വില്ലും അമ്പും തയ്യാറാക്കിക്കൊണ്ടും യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടു. എങ്ങനെയാണ്? തുരങ്കമേഷു പര്യാണം ആബദ്ധ്യ. തുരങ്കമം എന്ന് പറഞ്ഞാൽ കുതിരയാണ്. കുതിരയുടെ പുറത്ത് പര്യാണം എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഇരിക്കാവുന്നതായിട്ടുള്ള ഒരു പരവതാനി വിരിക്കും.
ഒരു തുണി, കട്ടിയുള്ളൊരു തുണി. അത് ആനയുടെ പുറത്തിരിക്കുമ്പോഴും വിരിക്കും, കുതിരയുടെ പുറത്തിരിക്കുമ്പോഴും ഒക്കെ വിരിക്കും. ഇരിക്കാനുള്ളൊരു സുഖത്തിന് വേണ്ടിയിട്ടാണ്. മറ്റ് മൃഗങ്ങളുടെ രോമങ്ങളൊക്കെ കുത്തി ശരീരത്തിന് അസ്വസ്ഥതകൾ, ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അതുമ്മേ വിരിക്കുന്നതായിട്ടുള്ള ആ വിരിപ്പിനെയാണ്, ആ പരവതാനി പോലെയുള്ള കട്ടിയുള്ള വിരിപ്പിനെയാണ് ഇവിടെ പര്യാണം എന്ന് പറയണത്. ആ പര്യാണമൊക്കെ വിരിച്ച് ആ ബദ്ധ്യ, അതൊക്കെ കുതിരയെ കൂട്ടി കെട്ടിവെക്കും. കാലുമ്മയും വയറുമ്മയൊക്കെ ആയിട്ടത് കെട്ടിവെക്കും ഇളകാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാം തയ്യാറാക്കി വെച്ചുകൊണ്ട് ആഹവായ ചചാര, യുദ്ധത്തിനായിട്ട് സൈന്യങ്ങൾ അങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ടു. അവിടെ പലദിക്കിലായിട്ട് കൂട്ടം കൂടി നിന്നിരുന്ന, തമ്പടിച്ച് നിന്നിരുന്നതായിട്ടുള്ള സൈന്യങ്ങളൊക്കെ ശ്രീകൃഷ്ണന് നേരെ പുറപ്പെട്ടു എന്നർത്ഥം. ഇവിടുത്തെ രാജകുമാരിയെ അപഹരിച്ചു കൊണ്ടുപോയതിലുള്ള ദേഷ്യം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട്, യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് സൈന്യങ്ങളൊക്കെ ഇറങ്ങി പുറപ്പെട്ടു എന്നർത്ഥം. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലാം. അഹാരി കൃഷ്ണേന നൃപാത്മജേതി വാദേ സമുത്തിഷ്ഠതി കർണശൂലേ ആജഘ്നിരേ രാജനിവേശനേഷു ഭേരീശതാന്യാഹവസൂചനാനി ഉത്ഖായ ഖഡ്ഗാൻ പ്രതിബധ്യ തൂണീർവിധായ സജ്ജാനി ശരാസനാനി പര്യാണമാബധ്യ തുരംഗമേഷു ചചാരരാജ്ഞാം ബലമാഹവായ. ഇനി യുദ്ധത്തിന് രാജാക്കന്മാർ പോയി എന്നാണല്ലോ പറഞ്ഞത്. ശ്രീകൃഷ്ണൻ്റെ തയ്യാറെടുപ്പ് എന്തായിരുന്നു എന്നുള്ളത് അടുത്ത ശ്ലോകങ്ങളിലാണ് പറയണത്. അത് അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട്, ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ. നന്ദി.